ചെറിയ ചീട്ട് നൽകി വലിയ ഇൻസൈറ്റ് സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട രചയിച്ച് തന്റെ വിരലുകൾ കൊണ്ട് മ്യൂസിക്കിൽ തലയിൽ കേൾക്കുന്ന നിത്യയോടൊപ്പം നിന്നും ഇപ്പോഴും കാലെടുക്കേണ്ട അച്ചായന്മാരെ, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ചേച്ചിമാരെ, കുട്ടിമാരെ, കുഞ്ഞുമക്കളെ, ഏവർക്കും എന്റെ കഥാപ്രസംഗത്തിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഡിസ്ക്ലെയിമർ പറഞ്ഞുകൊണ്ടത് ഈ കഥയിലെ കഥാപാത്രങ്ങളും കവിതകളും എല്ലാം ഞാൻ പലർക്കും നിന്നും കോപ്പി അടിച്ചാൽ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് വെറുമൊരു തോന്നൽ മാത്രമാണ്. എന്റെ കഥാപ്രസംഗത്തിനിടയിൽ പൊന്നാട, ചീഞ്ഞമുട്ട, നാരങ്ങ ഇതൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പിട്ടില്ലേ എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ തുടങ്ങട്ടെ. എന്റെ കഥയുടെ പേരാണ് ക്രിസ്തുജനനവും വിദ്വാൻമാരുടെ യാത്രയും, അഥവാ നക്ഷത്ര സഖാക്കളുടെ അലച്ചില്ല. മൊബൈൽ ഡേറ്റയില്ല, ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത കാലത്ത് ഒരു ചെറിയ നക്ഷത്രത്തെ നോക്കി പോയ രാജാവിനെ കാണാൻ പോയ വിദ്വാൻമാരുടെ കഥയാണിത്. ഈ കഥ നടക്കുന്നത് അങ്ങ് ജപ്പാനിലാണോ? അല്ല. ഉത്തരേന്ത്യയിലാണോ? അല്ല. പച്ച പരവതാനി വിരിച്ച പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഷെഫീൽഡിലാണോ? പിന്നെ ഈ കഥ നടക്കുന്നത് യെരുശലേമിനടുത്തുള്ള ഒരു ബെത്ലഹേമിലാണ്. പണ്ടുകാലത്തെ ബെത്ലഹേം മരുഭൂമിയുടെ സുവർണ തളിയിൽ തിളങ്ങുന്ന ഒരു ചെറു പട്ടണം. പകലിലെ കനത്ത ചൂടും വൈകുന്നേരത്തെ മൃദുവായ കാറ്റും ചേർന്ന് പ്രകൃതി അവിടെ സ്വന്തം താളത്തിൽ ശ്വാസം വിടുന്നതുപോലെ തോന്നുന്നു. ഒറ്റ നോട്ടത്തിൽ ആദ്യം കലപ്പെടുന്നത് ചാരനിറത്തിൽ തീർത്ത ചേലക്കല്ലുകളുള്ള വീടുകളും അവയിലൂടെ വളർന്നു പുളഞ്ഞൊഴുകുന്ന പാതകളും അതിന് ഇരുവശവുമായി ഒലിവും അത്തിയും. രാത്രിയുടെ തിരമാലകൾ നിദ്രയിലായപ്പോൾ ബെത്ലഹേമിലെ ആ ചെറിയ പട്ടണത്തിൽ ഒരു വെളിച്ചം പകർന്നു. ഗോശാലയുടെ മൃദുവായ വീഴ്ചയിൽ ഏകാന്തതയെ തൊട്ടുണർത്തി ഇടയന്മാർ ഇങ്ങനെ പാടി: